നമസ്കാരം. പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഉം, ചില വിഷയങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. അതെ, പലരും പറയാറുണ്ട്. നിങ്ങൾ തന്ന വിവരങ്ങൾ അനുസരിച്ച് ഡെന്റൽ കെയറിലെ പേയ്മെന്റ് രീതികളെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത്. ശരിയാണ്. അതായത് രോഗിയും ഡോക്ടറും തമ്മിൽ നേരിട്ട് പണം കൊടുക്കുന്നൊരു രീതിയുണ്ട്. ഫീ ഫോർ സർവീസ് എന്ന് പറയും. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലൊരു മൂന്നാം കക്ഷി, അതായത് ഇൻഷുറൻസ് കമ്പനിയൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകും. അതെ, ഈ തേർഡ് പാർട്ടി പ്ലാനുകളിൽ ഡോക്ടർക്ക് പണം തിരികെ കൊടുക്കാൻ, അതായത് റീംബേഴ്സ്മെന്റിന് രണ്ട് പ്രധാന രീതികളുണ്ട്. അതെ, ഒന്ന് UCR ഫീസ്, പിന്നെ മറ്റൊന്ന് ടേബിൾ ഓഫ് എലവൻസ്. ഇന്ന് നമ്മൾ ആ രണ്ടാമത്തെ കാര്യമാണ് നോക്കുന്നത്, ഈ ടേബിൾ ഓഫ് എലവൻസ്. പരീക്ഷയ്ക്കൊരു ചെറിയ കുറിപ്പായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലേ? തീർച്ചയായും. അപ്പോ എന്താണ് ഈ ടേബിൾ ഓഫ് എലവൻസ്? എന്താണത്? വളരെ ലളിതമായി പറഞ്ഞാൽ ഇതൊരു ലിസ്റ്റാണ്. ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യുന്ന ഓരോ ചികിത്സയ്ക്കും അവർ എത്ര രൂപ തരും എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചൊരു ലിസ്റ്റ്. ഓക്കെ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തുക ഒരു കാരണവശാലും ആ ചികിത്സയ്ക്ക് ഡോക്ടർ ഈടാക്കുന്ന യഥാർത്ഥ ഫീസ് ആകണമെന്നില്ല. ഒരു മിനിറ്റ്, അപ്പോ ഡോക്ടറുടെ ഫീസുമായി ഇതിന് ബന്ധമില്ലെന്നാണോ? ഇല്ല, ഇത് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു പരമാവധി ബാധ്യതയാണ്. അവർ മാക്സിമം എത്ര തരും എന്നതിന്റെ ഒരു കണക്ക്. ഇത് കുറച്ചുകൂടി വ്യക്തമാക്കാൻ ഒരു ഉദാഹരണം നോക്കിയാലോ? തീർച്ചയായും, അതാണ് നല്ലത്. ഇപ്പോ നിങ്ങളൊരു രോഗിക്ക് ഒരു ചികിത്സ നൽകി എന്ന് കരുതുക. നിങ്ങളുടെ സാധാരണ ഫീസ് ഒരു 100 രൂപയാണ്. ശരി, 100 രൂപ. എന്നാൽ രോഗിയുടെ ഇൻഷുറൻസ് പ്ലാനിലെ ടേബിൾ ഓഫ് എലവൻസ് അനുസരിച്ച് ആ ചികിത്സയ്ക്ക് കമ്പനി പരമാവധി 70 രൂപയെ നൽകൂ. മനസ്സിലായി. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി 70 രൂപ ഡോക്ടർക്ക് കൊടുക്കും. അതെ. അപ്പോൾ ബാക്കിയുള്ള 30 രൂപയുടെ കാര്യമോ? അതാണ് പോയിന്റ്. ആ ബാക്കി വരുന്ന 30 രൂപ അത് ഡോക്ടർക്ക് രോഗിയിൽ നിന്ന് നേരിട്ട് വാങ്ങാം. അപ്പോൾ രോഗി അത് കയ്യിൽ നിന്ന് കൊടുക്കണം. അതെ, ഈ രീതിയെയാണ് നമ്മൾ ബാലൻസ് ബില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഇതിലെ പ്രധാന വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞ UCR ഫീസുമായി താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും. UCR എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ഭൂരിഭാഗം ഡോക്ടർമാരും ഈടാക്കുന്ന ഫീസിനെ അടിസ്ഥാനമാക്കിയാണ്, അല്ലേ? കൃത്യം. പക്ഷേ ടേബിൾ ഓഫ് എലവൻസ് അങ്ങനെയല്ല. അത് ഇൻഷുറൻസ് കമ്പനി സ്വന്തമായി തയ്യാറാക്കുന്ന ഒരു ഫിക്സ്ഡ് പ്രൈസ് ലിസ്റ്റാണ്. ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ പലപ്പോഴും രോഗികൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയുണ്ടാവില്ല. ശരിയാണ്. തങ്ങളുടെ ഇൻഷുറൻസ് പ്ലാൻ ചികിത്സയുടെ മുഴുവൻ ചെലവും വഹിക്കില്ല എന്ന കാര്യം അവർ അറിയണമെന്നില്ല. അതെ, ചികിത്സ കഴിഞ്ഞ് ബില്ല് കാണുമ്പോഴായിരിക്കും അവർക്ക് ഈ അപ്രതീക്ഷിതമായ ഒരു സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് മനസ്സിലാവുന്നത്. അത് ചിലപ്പോൾ ഡോക്ടറും രോഗിയും തമ്മിലൊരു തെറ്റിദ്ധാരണയ്ക്ക് വരെ കാരണമായേക്കാം. സാധ്യതയുണ്ട്. അപ്പോ പരീക്ഷയ്ക്ക് വേണ്ടി ഈ പോയിന്റുകളൊന്ന് ഓർത്തുവെക്കുന്നത് നല്ലതായിരിക്കും. നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞാലോ? തീർച്ചയായും. ഒന്നാമത്തെ കാര്യം, ടേബിൾ ഓഫ് എലവൻസ് എന്നത് ഇൻഷുറൻസ് കമ്പനി ഓരോ ചികിത്സയ്ക്കും നൽകുന്ന ഒരു നിശ്ചിത തുകയുടെ ലിസ്റ്റാണ്. ഡോക്ടറുടെ യഥാർത്ഥ ഫീസുമായി അതിന് ബന്ധമില്ല. അതെ. രണ്ടാമതായി, ഈ തുക ഡോക്ടറുടെ യഥാർത്ഥ ഫീസിനെ പ്രതിനിധീകരിക്കുന്നില്ല. ഓക്കെ. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, ഇൻഷുറൻസ് തുക കഴിഞ്ഞുള്ള ബാക്കി തുക, അതായത് ബാലൻസ്, അത് രോഗി നൽകേണ്ടി വന്നേക്കാം. ശരി. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചോദ്യം തരാം. നല്ലതാണ്. ഈ ടേബിൾ ഓഫ് അലവൻസ് പോലുള്ളൊരു പേയ്മെന്റ് സിസ്റ്റം ഒരു ഡോക്ടറുടെ ചികിത്സാ തീരുമാനങ്ങളെയോ അല്ലെങ്കിൽ ഒരു രോഗിക്ക് ഏറ്റവും മികച്ച ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള കഴിവിനെയോ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.